الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും കരുണയും എല്ലാവരിലും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ സൂറത്ത് കഹ്ഫിലെ 29-ാമത്തെ ആയത്തിനെയാണ് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. അള്ളാഹു അവൻ റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന് അവന്റെ ജീവിത ഇടങ്ങളിൽ ഉൾക്കൊള്ളേണ്ട, പരിപാലിക്കേണ്ട നിയമങ്ങളെ അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും എന്നിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുവിൽ സമർപ്പിതനായി നിർഭയത്വം പ്രാപിച്ച് ജീവിക്കാമെന്നും അല്ലാത്തവന് നിഷേധിയായി കഴിയാമെന്നും അള്ളാഹു ഉണർത്തുന്നു. ആ ഉണർത്തല് ഓരോ മനുഷ്യനും അവൻ ഇച്ഛിക്കുന്നത് പോലെ ജീവിക്കണം എന്നുള്ളതിലേക്കുള്ള അള്ളാഹുവിന്റെ കൽപ്പനയല്ല, മറിച്ച് അള്ളാഹു നിയമം നടപ്പാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ അത് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു പാഠം അതിലുണ്ട് എന്നുകൂടി നമ്മൾ വിശദീകരിച്ചു. അതിനെ ശക്തിപ്പെടുത്തുന്ന, അള്ളാഹു ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആശയം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ തുടർന്നുള്ള വചനങ്ങൾ അതിനെ വിശദീകരിച്ച് അള്ളാഹു പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോ ആ കൽപ്പന വാസ്തവത്തില് ഒരു ഭയപ്പെടുത്തലിന്റെ അല്ലെങ്കിൽ ഒരു തിന്മയെ ഉണർത്തലിന്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഇന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി 30-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. നിശ്ചയം അള്ളാഹുവിൽ സമർപ്പിതരായവര്, അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവര്, അതോടൊപ്പം തന്നെ വഅമിലുസ്സാലിഹാത്തി സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, അവരുടെ ആ നല്ല പ്രവർത്തികളെ നാം ഒരിക്കലും പാഴാക്കി കളയുകയില്ല എന്ന അള്ളാഹുവിന്റെ മറ്റൊരു ഉണർത്തലാണ്. ഇവിടെ ആമനു എന്ന വാക്കിന്റെ കൂടെ അമലുസ്വാലിഹാത്തിനെ അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈമാൻ? നമുക്കറിയാം, ഈമാൻ എന്ന് പറഞ്ഞാല് അത് അഖീദയാണ്. പണ്ഡിതന്മാര് പറയും, ഉവൽ അഖീദത്തു യംബഉ അൻ അസ്ലിഹ സുലൂകു, എല്ലാ നന്മ നിറഞ്ഞ സ്വഭാവങ്ങളുടെയും പ്രവൃത്തിയുടെയും ഉദ്ഭവം അത് അഖീദയാണ്, ഈമാനാണ് എന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുക. അപ്പോ നമ്മള് കുഞ്ഞുകാലം മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒന്നുണ്ട്, എന്താണ് ഈമാനി എന്നുള്ളത്. ഈമാനി എന്നുള്ളത് അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ശർറിഹി മിനല്ലാഹി തആല. അള്ളാഹുവിൽ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും സംവിധാനിച്ച് അതിനെ ബലിഷ്ഠമായ നിയമങ്ങളിൽ ചലിപ്പിക്കുന്ന റബ്ബായ, ഖാലിഖായ, റാസിഖായ, അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെയും നന്നായി മനസ്സിലാക്കി ആ ശക്തിയെ ഉൾക്കൊള്ളുക, തിരിച്ചറിയുക, ആ ശക്തിയിൽ നിർഭയത്വം പ്രാപിക്കുക. അതാണ് അൻ തുഅ്മിന ബില്ലാഹ് എന്ന് പറഞ്ഞാൽ. പിന്നെ മലായികതിഹി, മാലാകമാരില്, പിന്നെ വ കുതുബിഹി വ റുസുലിഹി, എല്ലാ വേദങ്ങളിലും എല്ലാ ദൈവദൂതന്മാരിലും, അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിരി, അന്ത്യനാളില്, മരണാനന്തരം മനുഷ്യനെ ഉയിർക്കൊള്ളിച്ച് അവന്റെ കർമ്മങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മഹാ ദിവസത്തെ കുറിച്ചുള്ള ഈമാന്, വൽ ഖദ്രി ഖൈരിഹി വ ശർറിഹി, അതുപോലെ തന്നെ ഖൈറും ഷെറുമായ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചുള്ള
ഈമാന്, അതുപോലെ തന്നെ ഖൈരിഹി വശർറിഹി മിനല്ലാഹി തആല, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിന്റെ നിശ്ചയം മൂലമാണ് എന്ന ഉറച്ച ഈമാൻ. ഈ ഇതാണ് നമ്മൾ കുഞ്ഞുകാലത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈമാൻ എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് ഈ 6 കർമ്മങ്ങളെ പ്രവാചകന്മാര് പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ള അത് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യരെ ഈ അടിസ്ഥാന ജീവിത ബാലപാഠമായി എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്? ഇത് ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും തൂക്കുന്ന, ചിട്ടപ്പെടുത്തുന്ന, അതിനെ സൂക്ഷ്മമായി പരിപാലിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ചിന്തകളും പാഠങ്ങളുമാണിത്. ഇത് ഉള്ളൊരു മനുഷ്യനിൽ മാത്രമേ അമലുസ്വാലിഹാത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈമാനോടുകൂടെ അമലുസ്വാലിഹാത്തിനെ എല്ലായിടത്തും അള്ളാഹു പരാമർശിക്കുന്നത്, അല്ലേ? നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം നിരന്തരം ഓതുന്ന വളരെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമൻ. കണ്ടോ അവിടെ ഇല്ലല്ലദീന ആമനു, അതോടൊപ്പം വഅമിലുസ്സാലിഹാത്തി, അവിടെ അമലുസ്വാലിഹാത്തിനെ അള്ളാഹു ചേർത്ത് പറയാം. അപ്പോ ഈമാനെ പറയുന്ന ഇടങ്ങളിൽ പിന്നെ അമലുസ്സാലിഹാത്തിനെ ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്വബറിനെ, ഈമാനോടുകൂടെ സ്വബറിനെ ചേർത്ത് പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് പറയുന്നത് കാണാൻ പറ്റും. ഈ ആയത്തിൽ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. കണ്ടോ അവിടെ സ്വബറിനെ ചേർത്ത് പറയുന്ന കാണാൻ പറ്റും. പിന്നെ ഇല്ലല്ലദീന സ്വബറു വഅമിലുസ്സാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ എന്ന് അള്ളാഹു മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇല്ലല്ലദീന സ്വബറു സൂറത്ത് യൂനുസിലെ ആയത്താണ്. അതിന്റെ മുമ്പ് ജീവിത പ്രശ്നങ്ങളെ, ജീവിത ഇടങ്ങളിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന നന്മയുടെയും തിന്മയുടെയും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളുടെയും അല്ലാത്തതിന്റെയും വ്യത്യസ്ത മുഖഭാവങ്ങളെ പരിചയപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു പറയുന്ന ഒരു വർത്താനാണ്. നമുക്ക് കാണാം, വൈദ അദഖിനന്നാസ റഹ്മത്തൻ മിൻ ബഅദി ളറാഅ മസ്സതുഹു ഇദാ ലഹും മക്റുൻ ഫീ ആയാതിനാ ഖുലില്ലാഹു അസ്റഉ മക്റ ഇന്ന റുസുലനാ യക്തുബൂന മാ തംകുറൂൻ. മനുഷ്യന് പലപ്പോഴും ഈമാനില്ലാതെയായി പോയി കഴിഞ്ഞാൽ, അടിസ്ഥാന ബോധം ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ, അനുഗ്രഹങ്ങളെ അള്ളാഹു നമ്മെ രുചിപ്പിക്കുമ്പോൾ, അതിനുശേഷം അള്ളാഹു പ്രതിസന്ധികളെ കൊണ്ടുവരുമ്പോൾ, ആ പ്രതിസന്ധിയിൽ മനുഷ്യനെ വല്ലാതെ ദുഃഖിക്കുകയും ആ നമുക്ക് വന്ന ഒന്നിനെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി പാലിക്കാത്ത ഒരു പ്രത്യേക സ്വഭാവ രീതികൾ ചില മനുഷ്യരിൽ ഉണ്ടായിത്തീരും. എന്തുകൊണ്ട് എനിക്കിത് വന്നു, അതുകൊണ്ട് ഇനി ഞാൻ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ ശക്തിയെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാവമാറ്റം മനുഷ്യരിൽ കാണാൻ പറ്റും. ഈ നിരീശ്വരവാദികളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് പടച്ചോനിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിലെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എന്തുകൊണ്ട് ഞാൻ വെടിഞ്ഞു എന്നുള്ളതിന് ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഇക്കരോൽ പറയാം. വൈദ അദഖിനന്നാസ റഹ്മത്തൻ മിൻ ബഅദി ളറാഅ മസ്സതുഹും ഇദാ ലഹും മക്റുൻ ഫീ ആയാതിന. അവർക്ക് പ്രതിസന്ധി വന്നാൽ, സ്വസ്ഥമായ ജീവിത സുഖങ്ങളെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ജീവിതത്തിൽ അള്ളാഹു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അവനെ രുചിപ്പിച്ചാൽ അതോടുകൂടി അവൻ നിഷേധഭാവത്തിലേക്ക് മടങ്ങും. സൂറത്ത് വീണ്ടും അള്ളാഹു പിന്നെ പറയുന്ന കുറെ വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. വലഇൻ അദഖിനാഹു നഅ്മാഅ ബഅദ ളറാഅ മസ്സതുഹു ലയഖൂലന്ന ദഹബ സയ്യിആതു അന്നി ഇന്നഹു ലഫരിഹുൻ ഫഖൂർ. മനുഷ്യനെ പിന്നെ പ്രതിസന്ധിക്ക് ശേഷം ഒരു നന്മ അവന് വന്നു കിട്ടിയാൽ അവൻ വല്ലാതെ സന്തോഷിക്കും. അപ്പൊ അവന് പറയും ദഹബ സയ്യിആതു അന്നി, എന്റെ എല്ലാ പ്രശ്നങ്ങളും പോയി. പിന്നെ അവന് ഉളച്ച് അവൻ വല്ലാതെ ആഘോഷിച്ച് നടക്കും. ഇത് ഒരു മനുഷ്യന്റെ ഒരു ഭാവമാണ്. ഇനി മറ്റൊരു ഭാവത്തെ വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്. എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
വഇദാ അദഖ്ന الناس റഹ്മത മിൻ ബഅദി ളറാഅ. അവർക്ക് അള്ളാഹു പ്രതിസന്ധിക്ക് ശേഷം ഒരു കാരുണ്യത്തെ രുചിപ്പിക്കുക. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ സുമ്മ നസഅനാഹാ മിൻഹു ഇന്നഹു ലയഊസുൻ കഫൂർ. മനുഷ്യനെ അള്ളാഹു കാരുണ്യം അവനെ രുചിപ്പിക്കുകയും ശേഷം അള്ളാഹു അതിനെ അങ്ങ് ഊരിയെടുക്കുകയും ചെയ്താൽ ഓന് വല്ലാതെ നിരാശനായിട്ട് മാറും. അതോടൊപ്പം തന്നെ അവനെ പ്രതിസന്ധിക്ക് ശേഷം കാരുണ്യം രുചിപ്പിച്ചാലോ അവൻ പറയും, എല്ലാ പ്രതിസന്ധികളും തീർന്നു, എല്ലാ പ്രയാസങ്ങളും ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ അഹങ്കരിച്ച് പുളച്ച് നടക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വർത്താനാണ് ഇല്ലല്ലദീന സ്വബറൂ, ക്ഷമ കൈകൊള്ളുന്നവരൊഴിച്ച്, വഅമിലു സ്വാലിഹാത്തി, സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നവരും ഒഴിച്ച്, ഉലൈക ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് അള്ളാഹു പാപമോചനം നൽകും, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും അള്ളാഹു നൽകും. അപ്പോ ഇവിടെ ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിൽ മാറി മറിയുന്ന പ്രതിസന്ധികളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളുവാനും അതിനെ ശരിയായ രൂപത്തിൽ കണ്ട് പ്രയോഗവൽക്കരിക്കുവാനും ഒരു മനുഷ്യന് ജീവവായു നൽകുന്നത് ഈ അടിസ്ഥാനപരമായ 6 വിശ്വാസങ്ങളാണ്. അപ്പൊ അള്ളാഹു രൂഢമൂലമായ വിശ്വാസമാണ്. അപ്പൊ അതിന് ശേഷം എന്ത് വേണം? അള്ളാഹുവിന്റെ മാലാഖമാരിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെ പ്രവാചകന്മാരിലും വേദങ്ങളിലുമുള്ള നല്ല അറിവുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ യൗമുൽ ഖിയാമയിൽ, അന്ത്യനാളില്, അതുപോലെ തന്നെ വൽ ഖദ്രി ഖൈരിഹി വശർരിഹി. ഇതാണ് സംഭവം. ഖൈറിനെ കുറിച്ചും ഷെറിനെ കുറിച്ചും ജീവിതത്തിൽ മാറി മറിയുന്ന നന്മകള്, പ്രതിസന്ധികള്, ഇതിനെക്കുറിച്ചെല്ലാം നല്ല ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ ആളുകൾക്ക് ഖദറിനെ കുറിച്ച് അവന് ബോധമില്ലാതിരിക്കുമ്പോൾ മറ്റു 5 കർമ്മങ്ങളിൽ വിശ്വാസം ഉണ്ടായിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുക, മറ്റൊന്നിനെ ത്യജിക്കുക. അപ്പോ അങ്ങനെയുള്ള ഒരു വിശ്വാസം ഒരിക്കലും അവന് അമലു സ്വാലിഹാത്തിലേക്ക് അവൻ എത്തിക്കൂല. അമലു സ്വാലിഹാത്തിലേക്ക് ഒരു മനുഷ്യനെ അവനെ തന്നെ സ്വയം അവനെ കൊണ്ടെത്തിക്കുന്നത് ഈ 6 അടിസ്ഥാന കാര്യങ്ങളിലുള്ള രൂഢമൂലമായ വിശ്വാസമാണ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, അമ്പിയാക്കന്മാര് ഈമാനിന്റെ ലോകത്ത് നിന്ന് സംസാരിക്കുന്നവരല്ല. അത് നമുക്ക് മാത്രം ബാധകമായ ഒന്നാണ്. നമ്മൾ ഈമാന്റെ ലോകത്ത് നിൽക്കുന്നവരും അമ്പിയാക്കന്മാര് ഹഖീഖത്തിന്റെ ലോകത്ത് നിൽക്കുന്നവരുമാണ്. അപ്പൊ അവര് പഠിപ്പിക്കുന്നത് ഈമാനാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞ, വളരെ വ്യക്തമായ ഒരു ഹഖീഖത്തിന്റെ ലോകത്തെയാണ് അവർ മനുഷ്യ കുടുംബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതാണ് ഈമാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ വിജ്ഞാനത്തെ 3ആയി പണ്ഡിതന്മാർ ഭാഗിക്കുന്നതിനെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ, ഇങ്ങനെ 3 തലങ്ങളിലായിട്ട് വിജ്ഞാനത്തെ നമ്മൾ മുമ്പ് പിന്നെ പണ്ഡിതന്മാര് വിശദീകരിച്ച ആ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ വിജ്ഞാനത്തിന് ഒന്ന്, ഒരു മനുഷ്യൻ എന്താണ് ഇൽമുൽ യഖീൻ, ഒരാളിൽ നിന്ന് നമ്മൾ വിശ്വസ്തനായ, അറിവുള്ള, കഴിവുള്ള ഒരു മനുഷ്യനിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ജ്ഞാനത്തെ നമ്മൾ ഏറ്റവും നന്നായി അതിൽ ശങ്കയില്ലാതെ നമ്മൾ അതിനെ സ്വീകരിക്കും. അതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് ഐനുൽ യഖീൻ എന്ന് പറയാം. പിന്നെ അത് അനുഭവിക്കുന്നതിനെയാണ് ഹഖുൽ യഖീൻ എന്ന് പറയാ. അപ്പൊ പ്രവാചകന്മാര് ഹഖുൽ യഖീനിന്റെ ലോകത്ത് നിന്നുകൊണ്ടാണ് മനുഷ്യരോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അവർ പറഞ്ഞ കാര്യങ്ങളെ കേൾക്കാതെ പോകുന്ന, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെടാതെ പോകുന്ന ഒരു ജനതയെ ഓർത്ത് പല പ്രവാചകന്മാരും കരഞ്ഞ വിഷയങ്ങൾ നമ്മൾ ഇതിന് മുമ്പെല്ലാം സൂചിപ്പിച്ചു പോയത് അല്ലെ. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദി ലിയകൂന മിനൽ മൂഖിനീൻ. അപ്പോൾ ഹഖീഖത്തെ ലോകത്ത് നിന്ന് സംസാരിച്ചു എന്നാണ്. അബ്രഹാം പ്രവാചകന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അള്ളാഹു കാണിച്ചു കൊടുത്തു. അവസാനം അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് എങ്ങനെ മരിച്ചവരെങ്ങനെ ജീവിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ മരിച്ചവരെ നീ ഒന്ന് എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് കാണിച്ചാട്ട്. കൈഫ തുഹ്യിൽ മൗത, പടച്ചോനെ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക? അപ്പൊ അള്ളാഹു ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നത്, അല്ല ഇബ്രാഹിമെ, അനക്കതിൽ വിശ്വാസല്ലേ? അപ്പൊ പറയാ, പടച്ചോനെ എന്റെ ഹൃദയം ഒന്ന് ശാന്തി അടയാൻ, ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്
അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട് സൂറത്ത് ബഖറയിൽ. അത് പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് ചില ആളുകളെ അള്ളാഹു ഈ യാഥാർത്ഥ്യ ലോകത്തെ കണ്ടുകൊണ്ട്, മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു ലോകത്തെ കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ അമ്പിയാക്കന്മാരെ തിരഞ്ഞെടുക്കുമെന്ന് സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെ? വമാക്കാൻ അള്ളാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബി വലാകിൻ അല്ലാഹു യജ്തബി ബിറുസുലിഹി മയശാ. ഈ ജീവിതത്തിന് ഒരു പൊരുളുണ്ട്, ഒരു രഹസ്യമുണ്ട്. ഇതിനപ്പുറം നിങ്ങൾ കാണുന്ന ലോകമല്ല, നിങ്ങൾ വിലയിരുത്തുന്ന ലോകമല്ല, ഇതിനപ്പുറം ഒരു മഹാ അത്ഭുത ലോകമുണ്ട്. അതിൽ ചിലതെല്ലാം മനുഷ്യരോട് പറയുന്നുണ്ട്. മനുഷ്യരോട് പറയുന്നതൊന്നും അത് ഒരു വൈബിൽ പെട്ടതല്ല എന്ന് ഇമാം ഷാറാവി വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം അള്ളാഹു ഞാൻ അവന് കാണിച്ചു കൊടുക്കുമെന്നും പറഞ്ഞു കൊടുക്കുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. അള്ളാന്റെ അമ്പിയാക്കന്മാർ പറയുന്നത് മാത്രമാണ് വൈബായ സംഗതി എന്ന് ഇമാം ഷാറാവി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ വമാക്കാൻ അള്ളാഹു ലിയുത്ലിഅക്കും അലൽ ഗൈബി, ഗൈബിനെ കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് എന്താവൂല നേരിട്ട് കാണുവാൻ, അത് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് അറിയുവാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകൂല. വലാകിൻ അല്ലാഹു യജ്തബി മിറുസുലിഹി മയശാ. പക്ഷെ ഗൈബിനെ ദർശിക്കുവാൻ അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നു. പ്രവാചകന്മാരിൽ ചിലർ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു അള്ളാഹു. അതിനാൽ വലാകിൻ അല്ലാഹു യജ്തബി മിറുസുലിഹി മയശാ ഫആമിനൂ ബില്ലാഹി വറുസുലിഹി. അതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുക. വഇൻ തുഅ്മിനൂ, നിങ്ങൾ അവരിൽ ഈമാൻ കൊണ്ടാൽ, അവരിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാൽ, വഇൻ തുഅ്മിനൂ വതത്തഖൂ ഫലക്കും അജ്റുൻ അളീം, അവരെ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താൽ നിങ്ങൾക്ക് മഹാപ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോ കാണാത്ത ഒന്നിനെ കുറിച്ചുള്ള, നിങ്ങൾക്കറിയാത്ത ഒന്നിനെ കുറിച്ചുള്ള രൂഢമൂലമായ വിശ്വാസം ഈ പ്രവാചകന്മാരെ കേട്ട് അവരുടെ പ്രവാചകത്വത്തെ ബോധ്യപ്പെട്ട് അവർ പറയുന്നതിനെ വസുതാപരമായി അംഗീകരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഭൂമിയിലും അങ്ങനെയാണ്. വൈബല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അതൊന്നും വൈബല്ല എന്നാണ് ഇമാം ഷാറാവി വിശദീകരിക്കുന്നത്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ചില ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് പിന്നെ പ്ലാനറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, മറ്റു ആകാശ ലോകത്തെ മറ്റു അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവര് മനുഷ്യ കുടുംബത്തിലെ ചെറിയൊരു മൈന്യൂട്ടായ ഒരു വിഭാഗമാണ്. വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അവര്. മനുഷ്യ കുടുംബത്തിലെ ചെറിയൊരു ശതമാനം ആളുകളാണ് അത്തരം വിഷയങ്ങളെ കുറിച്ച് മനുഷ്യ കുടുംബത്തോട് പറയുന്നത്. എന്നാൽ മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും ആ വിഷയങ്ങളൊന്നും അറിയാത്തവരാണ്. അപ്പൊ അവർ പറയുന്നതിനെ ചൊല്ലിപ്പഠിക്കുകയും മറുചോദ്യമില്ലാതെ അത് പഠിച്ച് ശീലിക്കുകയും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുചോദ്യമില്ലാതെ ഉത്തരം നൽകുകയും ചെയ്യുന്നവരാണ് മനുഷ്യന്. അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ മനുഷ്യർ തമ്മിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ വൈബിൽപ്പെട്ടതല്ല എന്നാണ് ഇമാം ഷാറാവി വിശദീകരിക്കുന്നത്. കുറിച്ച് അദൃശ്യ സംഗതികളെ കുറിച്ച് അമ്പിയാക്കന്മാര് മാത്ര ലോകത്തോട് പറഞ്ഞത്, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഇമാം ഷാറാവിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈമാനോടുകൂടെ അള്ളാഹു അമലു സ്വാലിഹാത്തിനെ പറയുന്നു. എന്താണ് അമലു സ്വാലിഹാത്ത്? അമലു സ്വാലിഹാത്ത് എല്ലാ നന്മകളും, എല്ലാ സുഹൃതങ്ങളും, എല്ലാ ഉത്കൃഷ്ട സ്വഭാവങ്ങളും അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള നമ്മൾ നന്മകളായിട്ട് എണ്ണുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അമലു സ്വാലിഹാത്ത് തന്നെയാണ്. പക്ഷെ എല്ലാ നന്മകളെയും മനുഷ്യന്റെ ജീവിതത്തിൽ നിറമുള്ളതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അതിനെ ഏറ്റവും മധുരമുള്ള കായ്ക്കനികളാക്കി മാറ്റുന്ന 5 അടിസ്ഥാന കർമ്മങ്ങളുണ്ട് അമലു സ്വാലിഹാത്ത്. ആണ് പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുന്ന, റസൂലുള്ളാഹിനോട് ചോദിക്കുകയും റസൂലുള്ളാഹി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന പിന്നെ ചില കർമ്മങ്ങൾ. അതാണ് അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരുമോ? ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ പടച്ച തമ്പുരാന് സമർപ്പിതനായി മാറുന്നത്?
അള്ളാഹിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടവനായി തീരുന്നത് എന്ന് പറഞ്ഞു തരുമോ? അപ്പോ അള്ളാഹിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടവനായി മാറാൻ അടിസ്ഥാനപരമായി 5 അമലുസ്വാലിഹാത്തിനെ അനുഷ്ഠിക്കണം. അപ്പൊ അമലുസ്വാലിഹാത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒന്ന് അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു ഏകനാണ്, പ്രപഞ്ചനാഥൻ ഏകനാണ് എന്നുള്ളതിന് സാക്ഷിയാവണം. അപ്പൊ അൻതശ്ഹദ സാക്ഷിയാകണം എന്ന് പറഞ്ഞാൽ വഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല. അത് ജീവിതം കൊണ്ട് കർമ്മത്തിൽ അതിനെ പൊതുജീവിതത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ശരിക്കും ഷഹാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന് സാക്ഷിയായി നമ്മുടെ സംസാരത്തില്, നമ്മുടെ പെരുമാറ്റത്തില്, ഇടപാടുകളില്, ഇടപെടലുകളില് എല്ലാം തന്നെ അള്ളാഹുവിന് സാക്ഷിയാകണം. അത് സ്വന്തം നഫ്സിനും മറ്റുള്ളവർക്കും വേണ്ടി സാക്ഷിയാകും എന്ന് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഷഹിദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ആലി ഇമ്രാനിൽ പിന്നെ അള്ളാഹു ആ ഷഹാദത്തിന്റെ മറ്റൊരു വശത്ത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ്, അതാണ് അമലുസ് സ്വാലിഹാത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കർമ്മമാണ്. അല്ലെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവനേക്കാളും ഉത്തമനായ, അല്ലെങ്കിൽ പറയുന്ന വർത്തമാനത്തെക്കാളും ഉത്തമമായ മറ്റെന്താണുള്ളത്? അല്ലെങ്കിൽ അത്തരം ആളുകളെക്കാളും ഉത്കൃഷ്ടമായ മനുഷ്യര് ആരാണുള്ളത് എന്നതാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവർ അമലു സ്വാലിഹാത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുക. അങ്ങനെ പറയുന്ന അള്ളാഹുവിന്റെ സാക്ഷിയാകുന്നതിലൂടെ പിന്നീട് ഉണ്ടാകുന്ന കുറെ നന്മകൾ ഉണ്ടാവും ജീവിതത്തിൽ. അല്ലെ, നന്മയെ കുറിച്ച് പറയുന്നവന് ആ പറയുന്നതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ നോട്ടത്തിലും ഇരുത്തത്തിലും അവന്റെ ഇടപാടുകളിലും അതുപോലെ തന്നെ അവന്റെ ജീവിത പരിസരങ്ങളിലെല്ലാം തന്നെ പുലർത്തുന്ന ധാർമ്മികമായ ബോധങ്ങൾ ഉണ്ടാവും, ചിട്ടകളുണ്ടാവും. അതാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും എന്നിട്ട് അമലു സ്വാലിഹാത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുക. അവനേക്കാളും ഉത്തമനായിട്ട് ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുക. ഒന്നാമത് ഈ ആറ് കാര്യങ്ങൾ രൂഢമൂലമായി കഴിഞ്ഞാല് പിന്നീട് 5 കർമ്മങ്ങളെ, അമലു സ്വാലിഹാത്തിനെ പാകപ്പെടുത്തുന്ന എല്ലാ നന്മകളെയും പാകപ്പെടുത്തുന്ന 5 കർമ്മങ്ങളെ അള്ളാഹു റസൂല് പഠിപ്പിക്കുകയാണ്. അത് വഅൻ തശ്ഹദ അല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നായകനാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ചില ആളുകൾ അവരുടെ ജീവിത ഇടങ്ങളിൽ മോഡലായിട്ട് സ്വീകരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പക്ഷേ ഒരു 6 കാര്യങ്ങൾ ഉൾക്കൊണ്ട്, അടിസ്ഥാനപരമായിട്ട് 6 വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊണ്ടവന് അവന്റെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാന് അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു മോഡല് മുഹമ്മദ് റസൂലുള്ളാഹിക്കാരൻ. അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലാണ് എന്നുള്ളതിന് സാക്ഷിയാവണം. പിന്നെയോ അൻ തുഖീമ സ്വലാത്ത, അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. അതുകൊണ്ടാണ് സ്വലാത്ത് കൊണ്ട് പിന്നീട് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അമലു സ്വാലിഹത്ത് എന്തൊക്കെയാണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മോശത്തരങ്ങളെയും എല്ലാ തിന്മകളെയും അത് തടയും. അള്ളാഹ്ക്ക് 5 നേരവും അള്ളാഹുവിലേക്ക് ഹൃദയപൂർവ്വം ആത്മാവ് കൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്താലേ, ആത്മാവ് ഉണർന്ന ആത്മാവോടുകൂടി, ഉണർവുള്ള ആത്മാവോടുകൂടി നാം എന്ന ഒന്നിനെ തിരിച്ചറിഞ്ഞ് ആ പൂർണ്ണ ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടി, നമ്മുടെ സാന്നിധ്യത്തോടുകൂടി നമ്മൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനിൽ ഒരു തിന്മ ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് ശുക്ർ, ഹൃദയം കൊണ്ടുള്ള ശുക്ർ. അല്ലെ, സ്വലാത്തിനെ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സ്വലാത്ത് എന്ന്. നമ്മളെ കുട്ടികൾക്കും നമ്മൾ നിസ്കരിക്കാൻ പോ എന്ന് പറയല്ല വേണ്ടത്. അവനെന്ന ആത്മാവ് ഉണരുന്ന രൂപത്തിലുള്ള വാക്കുകളാണ് അതിന് പ്രയോഗിക്കേണ്ടത്. റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറയുന്നത് പോലെ, ഞാൻ നന്ദിയുള്ള മനുഷ്യനാകണ്ടേ, എന്തിന് ഈ രൂപത്തിൽ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ റുകൂഉം സുജൂദും ചെയ്ത് നീര് വന്ന പ്രവാചകനോട് ചോദിക്കുമ്പോൾ ഞാന് ഒരു നന്ദിയുള്ള ഒരു മനുഷ്യനാവണ്ടേ എന്നത് റസൂലുള്ളാഹി തിരിച്ചു പറയുന്നുണ്ട്. കർമ്മങ്ങളെ ഒരു നന്ദി പ്രകാശനത്തിന്റെ മഹാ അടയാളമായിട്ടാണ് പരിശുദ്ധ റസൂല് പത്നിയെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് അഖ്മി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവിനെ സ്മരിക്കുവാൻ. നമുക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും നൽകിയ, ഈ കേൾവിയും കാഴ്ചയും ഹൃദയവും കൈകളും കാലുകളും നമുക്ക് സമയവും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന് നമ്മെ പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനുള്ള നന്ദി പ്രകാശനമാണ് ഓരോ സ്വലാത്ത്. അതിലേക്കുള്ള വിളിയാളമാണ് 5 നേരവും. മനുഷ്യൻ അതിൻ്റെ ഇടയിൽ അവൻ വലിയവനായി ചമയുമ്പോൾ, എന്റേതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വലിയവനായി മാറുമ്പോൾ, അവൻ സ്വയം അറിഞ്ഞോ അറിയാതെയോ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാവങ്ങൾ പേറുമ്പോൾ, അവനെ അള്ളാഹുവിന്റെ കാരുണ്യമായി അവന്റെ ചെവിയിൽ വിളിയാളം വരും, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. പടച്ച തമ്പുരാനാണ് വലിയവൻ, പ്രപഞ്ചത്തിന്റെ നാഥനാണ് മഹോന്നതൻ എന്ന് പറഞ്ഞിട്ട് അവനെ ഉണർത്തുകയും, അങ്ങനെ ആ മഹാനായ അക്ബറായ അക്രമായ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് അവനോട് നന്ദി പ്രകാശിപ്പിച്ച് നീ നിസാരനാണ് എന്ന് അവനെ തന്നെ ബോധ്യപ്പെടുത്തുന്ന, എല്ലാം അള്ളാഹുവിന് ദാനമാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന, നിനക്കൊരു കഴിവുമില്ല എന്നും നീ അനുഭവിക്കുന്നതെല്ലാം തന്നെ നിന്റെ റബ്ബിന്റെ ദാനങ്ങളാണ്, അത് അതാഉറുബൂബിയത്താണ് എന്ന് അവനെ നിരന്തരം പഠിപ്പിക്കുന്ന, അവന്റെ ഓർമ്മയിലേക്ക് അവൻ മറക്കുമ്പോൾ, വിസ്മരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വിളിച്ച് അവന്റെ ബോധത്തിലേക്ക് ആ ഒരു മഹാ നന്മയെ നിക്ഷേപിക്കുന്ന വിളിയാളമാണ് ആ 5 നേരവുമുള്ള അദാൻ. അതോടൊപ്പമുള്ള ആ കർമ്മങ്ങൾ, അൻ തുഖീമസ്സലാത്ത, പിന്നെയോ സക്കാത്ത, നീ നിനക്ക് അള്ളാഹു നൽകിയ സമയം വിറ്റുകൊണ്ടുണ്ടാക്കിയ ആ കാശുണ്ടല്ലോ, അള്ളാഹു നൽകിയ നിനക്ക്, അവര് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. അപ്പോ അള്ളാഹു നൽകിയ ദാനത്തിന് എണ്ണി പറഞ്ഞ ആളുകൾക്ക് മുറപ്രകാരം നൽകിക്കൊണ്ട് വിശുദ്ധി പാലിക്കാൻ അള്ളാഹു പിന്നീട് പഠിപ്പിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി പഠിപ്പിക്കുന്നതിൽ മൂന്നാമതായിട്ട് സക്കാത്തിനെ, സമ്പത്തിലെ വിശുദ്ധിയെ പുലർത്തുവാനുള്ള ഒരു കർമ്മത്തെ, ഒരു രീതിയെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. പിന്നെയോ വാൻ തസൂമ റമദാന് നോമ്പനുഷ്ഠിക്കണം, അല്ലേ? അത് അമലു സ്വാലിഹാത്താണ്. അമലു സ്വാലിഹാത്തിലേക്ക്, എല്ലാ നന്മയിലേക്കും മനുഷ്യനെ നയിക്കുന്ന അടിസ്ഥാന 5 കർമ്മങ്ങളാണ്. അതിൽ ഇപ്പൊ നമ്മൾ നോമ്പ് കഴിഞ്ഞു, മാഷാ അല്ലാഹ്. എല്ലാവരും അവരുടെ ശരീരം എന്ന് പറയുന്ന വാഹനത്തെ ഏറ്റവും നന്നായി പിന്നെ ഓയിലെല്ലാം ചേഞ്ച് ചെയ്ത്, അതോടൊപ്പം തന്നെ എല്ലാ അതിന്റെ തകരാറുകളിലും ശരിപ്പെടുത്തി അതിന്റെ പിന്നെ കർമ്മലോകത്തേക്ക് അതിനെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. നമ്മൾ റമദാനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അഥവാ നിങ്ങളൊരു വാഹനം ഓടിക്കാറുണ്ട്, ആ വാഹനത്തെ ഒരു 5000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ എന്താക്കണം? അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം. പക്ഷെ നമുക്ക് പിന്നെ ഒരു പുതിയ ഒരു കാറാണ് എടുത്തതെങ്കിൽ ഒരു 2-3 വർഷം എന്താക്കേണ്ട ആവശ്യമില്ല, അതിന് ഇസ്തിമാറ നമ്മള് പിന്നെ ഇസ്തിമാറൊക്കെ കയറ്റേണ്ടതില്ല, അല്ലാത്ത നമുക്ക് ഇങ്ങനെ പുതുക്കി തരും. എന്നാൽ കുറച്ച് ഓടി അതിന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്ന ശരീരത്തിന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാല്, ഈ വാഹനത്തിന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാല് പിന്നീട് അതിനെന്താക്കണം? ഇസ്തിമാറൊക്കെ കയറ്റണം. അതുപോലെ കുട്ടികൾക്ക് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയതായി ഈ ഭൂമുഖത്തേക്ക് വരുന്ന ഒന്നിനും ഒരു കാലയളവുണ്ട്. ആ കാലയളവ് അത് ഫ്രഷ് ആയിരിക്കും. അതിന് നന്നായിട്ട് മറ്റുള്ളവർക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത രൂപത്തിൽ അതിനെങ്ങനെ ഓട്ടിക്കാൻ പറ്റും. അതേപോലെയാണ് കുട്ടികൾ. ഒരു പ്രായപരിധി അങ്ങ് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടം അങ്ങ് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെന്താക്കണം? അതിനെ ഇസ്തിമാറൊക്കെ കയറ്റിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പരിശോധിച്ച് ഇത് നിരത്തിലിറക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുണ്ടോ, അതിൽ നമുക്ക് നോട്ട് ചെയ്ത് തന്ന് അതെല്ലാം നമ്മൾ തീർത്ത് രണ്ടാമത് കൊണ്ടുപോയി ആ ഇൻസ്പെക്ടർമാര് അതെല്ലാം ചെക്ക് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം ഇറക്കിക്കോളൂ എന്ന് പറയും, നമുക്ക് ഒപ്പിട്ടരും. ഇതേപോലെയാണ് ആഴ്ചയിൽ, അതുപോലെ തന്നെ മാസത്തിലെല്ലാം തന്നെ നമ്മുടെ പിന്നെ ശരീരത്തെ, ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന വിചാരങ്ങളെ ക്ഷമിപ്പിച്ച് നമുക്കും ചുറ്റുപാടിനും നന്മയുള്ളവനായി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പിന്നെ നോമ്പനുഷ്ഠിക്കണം, സൗമെടുക്കണം, വ്രതമനുഷ്ഠിക്കണം. വർഷത്തിൽ ഒരിക്കൽ എന്താക്കണം? പൂർണ്ണമായിട്ട് പിന്നെ
29 30 ദിവസം ഇതിനെ നന്നായിട്ട് എന്താക്കണം, ഇതിന്റെ എല്ലാ കേടുപാടുകളും തീർക്കുന്ന ഇതിന്റെ നിയമങ്ങൾ പഠിച്ച്, നന്നായി ജീവിത നിയമങ്ങൾ പഠിച്ച് ഇതിനെ നിരത്തിലിറക്കാനുള്ള ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് നോമ്പ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മളെല്ലാവരും ഈ റമദാന്റെ രാത്രിയിൽ അള്ളാന്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹു നമ്മളോട് എങ്ങനെയാണ് ഈ വാഹനത്തെ ഉപയോഗിക്കേണ്ടത്, ഈ വാഹനത്തിന്റെ അന്ത്യം എങ്ങനെയൊക്കെയാണ്, ഇതിനെന്താണ് സംഭവിക്കാൻ വേണ്ടി പോണത്, അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ചു. അല്ലെ, നിങ്ങൾ ആരാണ്, എവിടുന്നാണ് വന്നത്, നിങ്ങളുടെ മൗക്കിഫുകൾ ഏതൊക്കെയാണ്, സ്റ്റേഷൻ ഏതെല്ലാം സ്റ്റേഷൻ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട്, അവിടെ എല്ലാം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്. ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ മാറുമ്പോൾ, അവിടെ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുമ്പോൾ, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അല്ലാഹു നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നു. ഒരു ഉമ്മയുടെ ഗർഭാശയം, അതിനുശേഷം ഭൂമുഖം, അതിനുശേഷം ബർസഖിയായ ലോകം, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ്. ഇതിനെല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ ഒരു ഇമാമിന്റെ പിറകിൽ നിന്നും നമ്മൾ പിന്നെ സ്വമേധയായിട്ടും നമ്മൾ നമ്മുടെ ജീവിത നിയമ പാഠം നമ്മൾ പഠിക്കുകയായിരുന്നു. ഈ വാഹനത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ, നന്നായി ഓട്ടിക്കുവാൻ. അതാണ് സൗബ് എന്ന് പറയുന്നത്. പിന്നെയോ ഹജ്ജാണ് അഞ്ചാമത്തത്, അഥവാ മരിക്കുന്നതിന് മുമ്പേ മരിക്കാനുള്ള ഒരു പാഠം അല്ലാഹു പഠിപ്പിക്കാൻ. അതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോൾ പിന്നീട് അവിടെ പൂത്തുലയുന്ന അമലുസ്വാലിഹാത്തിന്റെ ഒരു മഹാലോകമുണ്ട്, ഒരു വർണ്ണലോകമുണ്ട്. ഈ ഓരോ കർമ്മങ്ങളും നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിത പരിസരങ്ങളിലെല്ലാം തന്നെ സൃഷ്ടിക്കുന്ന നന്മയുടെ, ധർമ്മബോധത്തിന്റെ, നീതിയുടെ, സത്യത്തിന്റെ എല്ലാം തന്നെ മധുരമേറിയ മധുരക്കനികളുടെ അമലുസ്വാലിഹാത്തിന്റെ നിറഞ്ഞ കുറേ വഴികൾ നമുക്കിതെല്ലാം തുറന്നു തരും. അവസാനത്തത് ഹജ്ജാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ കുറെ കർമ്മങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ എണ്ണിപ്പറയും, അല്ലെ, റുക്കുനുകൾ. അവിടെ പോയിട്ട് അത് ചെയ്യുക, അതിനുശേഷം ഇത് ചെയ്യുക, അതിനുശേഷം ഇത് ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറെ കർമ്മങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങളിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. ഹജ്ജ് എന്ന് പറയുന്നതിന് നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ പിന്നെ റസൂലുള്ള എങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഈ 5 കർമ്മങ്ങളിലെ ഒരേ ഒരു കർമ്മത്തിന്റെ പേരിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുള്ളത്. അതാണ് സൂറത്തുൽ ഹജ്ജ്. അപ്പൊ ഹജ്ജ് മരണവും മരണാനന്തര ജീവിതവും ബോധ്യപ്പെടുത്താൻ, മരിക്കുന്നതിന് മുമ്പേ സ്വയം മരണത്തെ ആസ്വദിക്കുവാൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ മുമ്പ് സ്വയം ഉയർത്തെഴുന്നേൽപ്പിനെ തിരിച്ചറിയുവാൻ ഉള്ള ഒരു മഹാപാടാണ്. അതുകൊണ്ട് നിങ്ങൾ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഉടയാടകൾ അഴിച്ചു മാറ്റി നമ്മളെ മറ്റൊരു വെള്ള തുണി കൊണ്ട് പുതപ്പിച്ച് കിടത്തും. അല്ലെ, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എത്രയോ ആൾക്കാർ അങ്ങനെ കിടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ ഒരു നിമിഷം, ഏതോ ഒരു ദിവസത്തിലെ ഏതോ ഒരു നിമിഷം നമ്മൾ അത്തരം ഒരു അവസ്ഥക്ക് നമ്മൾ വിധേയമാകാൻ പോവാണ്. എത്രയോ ആളുകൾ ഇതാ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ അത്തരം ഒരു അവസ്ഥക്ക് വിധേയമായി പിന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോ അതിനെ ജീവിതത്തിൽ നന്നായി പഠിപ്പിക്കുകയാണ് ഹജ്ജ്. നിങ്ങൾ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളുടെ ഉടയാടകൾ അഴിക്കുന്നതിന് മുമ്പ് നാം സ്വയം നമ്മുടെ ഉടയാടകൾ അഴിച്ച്, മറ്റുള്ളവർ നമ്മെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം കുളിച്ച്, മറ്റുള്ളവർ നമ്മുടെ കഫംപുട നമ്മെ അണിയിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയ 2 വസ്ത്രം കൊണ്ട് നമ്മുടെ ദേഹത്ത് നമ്മൾ ആ വസ്ത്രം ചുറ്റി അള്ളാഹുവിലേക്ക്, റുജൂഇലേക്ക്, മരണത്തോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശരീരവും ആത്മാവും ചേർന്നുകൊണ്ടുള്ള ഒരു മഹാമടക്കം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ഒരു മഹാസംഭവത്തെ മീഖാത്തിൽ വെച്ചങ്ങ് പഠിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് മീഖാത്ത് നാമം പോലും. മീഖാത്ത് എന്നുള്ള ആ വാക്ക് അത് പിന്നെ വക്തിൽ നിന്നാണ്, സമയം എന്നുള്ളതിൽ നിന്നാണ് ആ വാക്കിനെ പിന്നെ ആ വാക്കുണ്ടാകുന്നത്. ത്തിന്റെ അവസാനമാണ് മരണം എന്ന് പറയുന്നത്.
അവിടെ വെച്ചങ്ങ് നിർണയിക്കുകയാണ്, അവിടെ വെച്ചങ്ങ് നമ്മളെ ബോധ്യപ്പെടുത്താണ് എന്താണ് ജീവിതം. നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് നന്നായി പറയേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇവിടെ അത് വിശദീകരിക്കേണ്ട അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ ഞാൻ അതിന്റെ ഒരു മേൽപ്പരപ്പിൽ നിന്ന് സംസാരിച്ച് നമ്മുടെ ഈ ആയത്തിന്റെ ഈ പിന്നെ വിശദീകരണത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ ഈ 5 കർമ്മങ്ങളെ, അത് അമലു സ്വാലിഹാത്തിലേക്ക്, എല്ലാ അമലു സ്വാലിഹാത്തിലേക്കും നിങ്ങളെ കൈപിടിക്കുന്ന, നമ്മെ കൊണ്ടുപോകുന്ന, നമ്മെ സ്വാഗതം ചെയ്യുന്ന 5 കർമ്മങ്ങളുണ്ട്. അത് അമലു സ്വാലിഹാത്തിന്റെ അടിസ്ഥാന കർമ്മങ്ങളാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഈമാന് മാത്രം ഉണ്ടായാൽ പോരാ, അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം. അമലു സ്വാലിഹാത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരത്തെ എണ്ണി പറഞ്ഞ ആ കാര്യങ്ങൾ രൂഢമൂലമായിരിക്കണം. അതുകൊണ്ടാണ് ചില ആൾക്കാർ പിന്നെ ഞാന് പടച്ചോന് കീഴ്പ്പെട്ടവനാണെന്നെല്ലാം പറയും, മുസ്ലിം ആണെന്നെല്ലാം പറയും. പക്ഷേ പല ആളുകളെയും അമലു സ്വാലിഹാത്ത് ചെയ്യാൻ കാണൂല. അല്ലെങ്കിൽ എല്ലാ അമലു സ്വാലിഹാത്തിലേക്കും കൈപിടിക്കുന്ന ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂല. അതിന് കാരണമുണ്ട്. അവന് മുഅ്മിനല്ല എന്നുള്ളതാണ്, ഈമാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെ, അഅറാബികൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയായിരുന്നു, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാര് പഠിപ്പിക്കും, ഈമാൻ എന്നുള്ള വാക്ക് പിന്നെ ഒറ്റക്കാണ് ഒരു ആയത്തിൽ വരുന്നതെങ്കിൽ, തനിച്ചാണ് ഒരു ആയത്തിൽ വരുന്നതെങ്കിൽ അവിടെ ഇസ്ലാമും കൂടി അതിന്റെ ഉള്ളിൽ അത് മുഷ്തമിലാണ്, ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇസ്ലാം എന്നുള്ള വാക്കാണ് ഒറ്റക്കുള്ളതെങ്കിൽ അവിടെ ഈമാൻ അതിന്റെ ഉള്ളിൽ മുഷ്തമിലാണ്, മുഷ്തറക്കാണ്, ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈ രണ്ട് വാക്കും ഒരേ ആയത്തിൽ ഒപ്പം വന്നു കഴിഞ്ഞാൽ രണ്ടിനെയും പിന്നെ അർത്ഥം കൊണ്ട് അതിനെ പരിചയപ്പെടുത്തണം. അങ്ങനെയല്ലാണ് ഈ വിശുദ്ധ ഖുർആനെ തഫ്സീർ ചെയ്യുന്ന ഇടങ്ങളിൽ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന ചില ബാലപാഠങ്ങൾ അതൊക്കെയാണ്. അപ്പൊ ഇവിടെ പിന്നെ കാലത്തിൽ അഅറാബു ആമന്ന, അവര് ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളാന്ന് പറയും. അല്ല, കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല, നിങ്ങൾ പടച്ചോന് കീഴ്പ്പെട്ടവരാണ് എന്ന ഒരു മേൽപ്പരപ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു വർത്തമാനം മാത്രങ്ങൾ പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ്? ഒരു മുഅ്മിനായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അവന്റെ ദൈവദൂതന്മാരിലും രൂഢമൂലമായി അവന് വിശ്വാസം അർപ്പിച്ചവനാണ്. അതിലൊരു ശങ്ക ഉണ്ടാവില്ല. പ്രവാചകത്വത്തെ നന്നായി മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി അതിന്റെ സൃഷ്ടാവിനെ രൂഢമൂലമായി ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, സുമ്മലം യർതാബു, അവൻ ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവില്ല. വജാഹദൂബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യുന്നവനാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവനാണ് ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞോന്, സത്യം പറഞ്ഞോന് അവനാണെന്നാ. അപ്പൊ മുഅ്മിനാകണമെങ്കിൽ ചാഞ്ചാട്ടമില്ലാത്ത മനസ്സുണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് കിട്ടാൻ പോണെന്നാ? ഇതെല്ലാം ഒരു കുത്തിമറിച്ചലല്ലേ? അതാണ് പറഞ്ഞത്, ഈമാന് നന്നായി തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാന്റെ അമ്പിയാക്കന്മാര് പഠിപ്പിക്കുന്ന ഈ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളെ അതിന്റെ ആത്മാവറിഞ്ഞ് അതിന്റെ ഉള്ളറിഞ്ഞ് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്ന. നമ്മളെ നന്നായി പഠിപ്പിക്കേണ്ടതുണ്ട്, അത് വേറെ വിഷയം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിലും മുഹ്സിനീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. തുടർന്ന് പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.